മൊബൈലിന് റേഞ്ചും ഇന്റർനെറ്റിന് വേഗതയുമില്ല. റിലയൻസ് ജിയോ നഷ്ടപരിഹാരം നൽകണം. മലപ്പുറം കോഡൂർ സ്വദേശി MT മുർഷിദിനാണ് ഉപഭോക്തൃ കമ്മീഷനിൽ നിന്ന് അനുകൂല വിധിയുണ്ടായത്. 1 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് ഫലം കണ്ടത്. പലകുറി പരാതിപ്പെട്ടിട്ടും മൊബൈലിന് റേഞ്ച് തകരാറും ഇന്റർനെറ്റിന്റെ വേഗതക്കുറവും പരിഹരിക്കാത്തതിനെതിരെ 1 വർഷം നീണ്ട യുവാവിന്റെ നിയമ പോരാട്ടമാണ് ഫലം കണ്ടത്. പ്ലാനിന്റെ നിരക്കുയർത്തിയപ്പോഴും സേവനത്തിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കാത്തത് ചോദ്യം ചെയ്താണ് മലപ്പുറം കോഡൂർ സ്വദേശി MT മുർഷിദ് റിലയൻസ് ജിയോക്കെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. 5G വേഗത ലഭിക്കുമെന്ന കമ്പനി വാഗ്ദാനം വെറും പൊള്ളയാണെന്നും വേഗത തീരെയില്ലെന്നും മുർഷിദ് വാദിച്ചു. ഒടുവിൽ 1 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും മൊബൈലിൽ റീചാർജ് ചെയ്ത 349 രൂപയും ഉൾപ്പെടെ 15,349 രൂപ ജിയോ കമ്പനി മുർഷിദിന് നൽകാൻ ജില്ലാ ഉപഭോക്തൃ കോടതി വിധിച്ചു. നമ്മുടെ നാട്ടില് കോഡൂർ ചോലക്കൽ പ്രദേശത്തായിരുന്നു ഇന്റർനെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ സോഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ നിരന്തരമായി നമ്മൾ അവിടെ കോൺടാക്ട് ചെയ്യാണ്. നമ്മളിങ്ങനെ 5G ഇന്റർനെറ്റ് നമുക്ക് നാട്ടിൽ ലഭിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്ത് കൃത്യമായി ജിയോന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ ഒരു റെസ്പോൺസോ കാര്യങ്ങളും കിട്ടുന്നില്ല. ഒരു ഏകദേശം 4-5 പ്രാവശ്യം അവരുടെ ഫോണിലൂടെയും അതുപോലെ അവരെ മലപ്പുറം ഓഫീസിലൊക്കെ നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നുണ്ട്. യാതൊരു റെസ്പോൺസും കിട്ടാത്ത അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വന്തമായ ഒരു രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്നത്. മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതി കൺസ്യൂമർ കോടതിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പോൾ നമ്മളെ പല സുഹൃത്തുക്കളോടും ചോദിച്ചു ഇതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അവരൊക്കെ സഹായവും പിന്നെ അതുപോലെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ സഹായങ്ങൾ കൊടുത്തു. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിഷയം നടക്കുന്നത്. യൂട്യൂബറും അധ്യാപകനും കൂടിയായ മുർഷിദ് തന്റെ വീഡിയോ അപ്ലോഡിംഗ് അടക്കം തടസ്സപ്പെടുന്നെന്ന് കാട്ടി പലകുറി കമ്പനിയെ ബന്ധപ്പെട്ടെങ്കിലും തകരാർ പരിഹരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് മേൽക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി മുർഷിദ് 1 വർഷം മുൻപ് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. അഭിഭാഷകരുടെ സഹായമില്ലാതെയായിരുന്നു നിയമ പോരാട്ടം. കേരള വിഷൻ, മലപ്പുറം.